മാർ ആന്റണി കരിയിലിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് സിനഡിന് വിരുദ്ധമായ വികാരം സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് മാർ തോമസ് തറയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. അവർ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം പ്രതിപാദിച്ചുകൊണ്ടാണ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇടയന്മാരെ അടിക്കാനുള്ള ഒരവസരവും കളയാതെ ദുരാരോപണങ്ങളിലൂടെ അവരെ പൊതുജനത്തിന്റെ മുമ്പിൽ അപഹാസ്യരാക്കുന്നത് മറ്റാരുമല്ല, ഏതാനും വൈദികരും ചുരുക്കം ചില വിശ്വാസികളുമൊക്കെയാണെന്ന് മാർ തോമസ് തറയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വൈകാരികമായി ജനത്തെ ചൂഷണം ചെയ്യുന്നതിൽ അവർ വിജയിക്കുന്നത് കൊണ്ട് മാത്രം എത്ര നിഷ്കളങ്കരായ മനുഷ്യരാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് മാർ തോമസ് തറയിൽ പറയുന്നു. ഏറ്റവും അവസാനമായി കേട്ടത് ഒരു വന്യപിതാവിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് കുറെ പേരുടെ മനസ്സിൽ സിനഡിന് വിരുദ്ധമായ വികാരം സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തെക്കുറിച്ചായിരുന്നു. ആശുപത്രികൾ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് തൽക്കാലം അതിന് ശമനമായെങ്കിലും എത്രയോ വ്യക്തികളുടെ മനസ്സിൽ സിനഡിനെക്കുറിച്ചും പിതാക്കന്മാരെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കാണുമെന്ന് മാർ തോമസ് തറയിൽ പറയുന്നു. ജയിക്കാനായി ഏത് മാർഗവും സ്വീകരിക്കുമ്പോൾ അതിന്റെ ദൂരവ്യാപക ഫലങ്ങളെക്കുറിച്ച് ഇനിയെങ്കിലും ചിന്തിച്ചു തുടങ്ങാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നതായി മാർ തോമസ് തറയിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. സഭയിൽ ഒരു മെത്രാനെ തെരഞ്ഞെടുക്കുന്നതും നിയമിക്കുന്നതും പരിശുദ്ധ പിതാവോ സിനഡോ ആണ്. ഓരോ മെത്രാനും അഭിഷിക്തനാകുന്നത് ഒരു പ്രത്യേക രൂപതയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് സഭയ്ക്ക് വേണ്ടിയാണെന്ന് മാർ തോമസ് തറയിൽ വ്യക്തമാക്കി. മെത്രാന്റെ ശുശ്രൂഷയെക്കുറിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരം സിനഡിനും പരിശുദ്ധ സിംഹാസനത്തിനുമാണ്. ആ നിയമങ്ങൾ പാലിക്കാൻ ഓരോ മെത്രാനും കടപ്പെട്ടവനുമാണ്. അതിന്റെ അപ്പുറത്ത് ഈ സ്വതന്ത്ര രാജ്യത്ത് ആരും ആർക്കും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് മാർ തോമസ് തറയിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. സത്യമറിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. സത്യം ആരും അറിയരുതെന്ന് നിർബന്ധമുള്ളത് പ്രശ്നങ്ങൾ ഒരിക്കലും തീരരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമെന്ന വാചകത്തോടെയാണ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.